ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് സ്പെഷ്യൽ ഡിഷിനെ പരിചയപ്പെടുത്താം. സ്പെഷ്യൽ ഡിഷ് ഇത് വേറൊരു സ്ഥലത്ത് ഉണ്ടാക്കുന്നതാണ്. ഇതിന് അഭിപ്രായം ഞാൻ പറയാം. അഭിപ്രായം നമുക്ക് പറയാം. അവരുടെ വേണ്ട, ഇത് പോത്തിൻ്റെ നെയ്യും കാല് അകത്തിരിക്കുന്ന ഒരു എല്ല് കഷ്ണം ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് പുഴുങ്ങുന്നതാണ്. പോത്തിൻ്റെ എല്ല് കഷ്ണവും പിന്നെ കൂടുതൽ നെയ്യാണ് കേട്ടോ. നെയ്യ് അടുക്കി വെക്കുക. നെയ്യൊക്കെ അടുക്കി വെക്കുക കണ്ടോ. ഇത് പോത്തിൻ്റെ കഷ്ണം. ഇതെല്ലാം പോത്താണ് കേട്ടോ. നെയ്യ് കഷ്ണമാണ്. ഒരു പാത്രം നിറച്ചടുക്കി വെച്ചിട്ടുണ്ട്. നെയ്യാണ് കേട്ടോ, കൂടുതൽ നെയ്യാണേ. പോത്തിൻ്റെ നെയ്യ്, അത് ഇറച്ചിയല്ല, നെയ്യ് പാകം കട്ടാക്കി എടുക്കുന്നതാണ് കേട്ടോ. അതിന് വെള്ളം ഒഴിച്ചിട്ട് കണ്ടോ, വെള്ളം നിറച്ചിക്കുന്നുണ്ടോ, നിറയ്ക്കുന്നുണ്ടോ വെള്ളം. അത് പിന്നെ ഈ പേസ്റ്റുകളാണ്. ഏത് അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ആറ് പാക്കറ്റ് ഫാം ഓയിൽ, 6 പാക്കറ്റ് ഫാം ഓയിൽ പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് മുളക് പൊടി, ചേർക്കുന്നു. മഞ്ഞപ്പൊടി, മുളക് പൊടി. ഇത് മുളക് പൊടിയാണ്. ഉപ്പ് 1 പാക്കറ്റ്. അത്ര സാധനത്ത് 1 പാക്കറ്റ് ഉപ്പ്. അത് മഞ്ഞൾപ്പൊടിയാണ്. ആദ്യം ഇട്ടത് മീറ്റ് മസാല കേട്ടോ. മീറ്റ് മസാല ഇതെന്താ, ഫാം ഓയിൽ പൊട്ടിച്ചൊഴിക്കുന്നുണ്ടോ. ഇത് ഫാം ഓയിൽ ഞാൻ ഇത് കാണിച്ചെന്നേ ഉള്ളൂ. 6 പാക്കറ്റ് ഫാം ഓയിൽ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. 6 പാക്കറ്റ് ഫാം ഓയിൽ 6 പാക്കറ്റ് പൊട്ടിച്ച് ഒഴിച്ചിട്ട് അത് അടച്ചു വെക്കും. ഇനി അത് അടച്ചങ്ങ് വെക്കും ഒരു അരമണിക്കൂർ. എല്ലാം റെഡിയായി കണ്ടോ. നെയ്യും എണ്ണയും കൂടി ഇളകി നിൽക്കുകയാണ്. എല്ലാം സെപ്പറേറ്റ് കോരി മാറ്റി വെക്കും. ഇത് ഈ നെയ്യാണ് കേട്ടോ. നെയ്യും അതിൻ്റെ മേളിൽ നിന്ന് കോരി വെക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ പിന്നെ ഒരു മറുവശം ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. കോരി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടോ. കഷ്ണങ്ങളൊക്കെ കോരി മാറ്റുവാണ്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലൊക്കെ ഉണ്ട്. ആ എല്ലിൽ നിന്നൊക്കെ വേർപെടുത്തും. അത് നേരെ വേവിക്കുമേ കണ്ടോ. ഇത് നെയ്യാണ്, ഒറിജിനൽ നെയ്യാണ് കണ്ടോ. നെയ്യാ അത്. നമ്മളിവിടെ സോപ്പ് ഉണ്ടാക്കാൻ കൊടുക്കുന്ന നെയ്യ് അവർ ഉരുക്കി തിന്നുകയാണ്. അത് ഉരുക്കുവാണ് കണ്ടോ. ഒറിജിനൽ നെയ്യാണ് പോത്തിൻ്റെ.
കണ്ടോ, ഇതൊക്കെ നെയ്യാണ്. അപ്പം ഇതിൻ്റെ തന്നിട്ടുണ്ടെങ്കിൽ ഈ എല്ലിൽ നിന്നൊക്കെ വേറെ വിട്ടുപെടും. ഈ നെയ്യൊക്കെ ഉരുകി പിന്നെ ഇങ്ങനെ ബന്ധ് വേറെ നിൽക്കും. വെള്ളം കണ്ടോ, അതെല്ലാം കൊണ്ട് ടേബിളിൽ അവിടെ അടുക്കി വെക്കും. കണ്ടോ, ഇത് നെയ്യൊക്കെ കൊണ്ട് അടുക്കി വെക്കുന്നുണ്ടോ, എല്ലാം ഒരു സൈഡിൽ കൊണ്ട് അടുക്കി വെക്കും. പാത്രങ്ങളെടുത്തു. ഇനി അത് സർവേ ചെയ്ത് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇങ്ങനെ നെയ്യും ശകല ഇറച്ചിയും കൂടിയിട്ട് ഇങ്ങനെ ബോളിലിടും. നെയ്യും അത് പാർസലാ. ഇനി ആവശ്യത്തിന് നെയ്യും വെള്ളവും കൂടി കോരി ഒഴിച്ചു കൊടുക്കും. കണ്ടോ, അത് സെപ്പറേറ്റ് വെച്ചിരിക്കുന്നുണ്ടോ, അത് നെയ്യാണ്. നെയ്യെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തരിയെന്ന് പറഞ്ഞു. തരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക് ഭയങ്കര എരിവായിരിക്കും. അവരുടെ അത് ഭയങ്കര വിറ്റാമിൻസ് എന്നാണ്. അത് ഓരോരോ ആൾക്കാരിങ്ങനെ കോരി കുടിക്കുന്ന കാണാം. കേട്ടോ, നെയ്യും പിന്നെ നെയ്യേ ഉള്ളു കൂടുതൽ. നെയ്യ് വിളമ്പി അങ്ങ് കൊടുക്കും. കേട്ടോ, ഇത് ഓരോരോ ആൾക്കാർ വാങ്ങിച്ച് കഴിക്കുന്നതാണ്. ഇത് 100 കൊല്ലത്തിന് മേളിലെ ഇത് അവരുടെ ഈ പാരമ്പര്യ ഭക്ഷണമാണ് കേട്ടോ ഇത്. കണ്ടോ, അതിനകത്ത് ഗ്രേവി ഒഴിക്കും. എന്നിട്ട് ലാസ്റ്റ് നെയ്യ് കോരി ഒഴിക്കണ്ട. നെയ്യ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്യും സൺഫ്ലവർ പാം ഓയിലും കൂടി മിക്സാണ്. അത് അവർ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഒരു ചെമ്പ് വേവിച്ചാൽ ഇപ്പോൾ തീരാറായി. അവർക്ക് അറ്റാക്കും ഇല്ല, ഒന്നുമില്ല. അവർ ഭക്ഷണത്തിന് ഇതാണ്. ആ കാരണവർക്ക് ഒരു കുഴപ്പമില്ല. എത്ര 90 വയസ്സായ ഒരു കാരണവരാ അതാ വന്നിരിക്കുന്നത്. ഞാൻ തമാശ പറയുന്നല്ല. ഇതുണ്ടോ, ഇതൊക്കെ കോരിയിട്ട് കുടിക്കുന്നുണ്ടോ, കണ്ടോ. അതാ നെയ്യിലിട്ടിട്ട് വിരകി എടുത്തിട്ടാണ് കൊടുക്കണത്. കേട്ടോ, അവർക്ക് അറ്റാക്കും ഇല്ല. നമ്മളാണെങ്കിൽ പോത്തിറച്ചി കഴിക്കാൻ പേടിയാ. നമുക്കിവിടെ പോത്തിറച്ചി കഴിക്കാൻ പേടിയാ. ഇതേ ആ കാരണവർ കണ്ടോ, അത് വാങ്ങിച്ചോണ്ട് പോകണോ. ഇതേ നിൽക്കുന്ന കാരണവർ കണ്ടോ, ആ പുള്ളിക്ക് എത്ര വയസ്സായി? 80 വയസ്സെങ്കിലും ആയിട്ടുണ്ടോ. ഇവരൊക്കെ ഈ സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്നവരാ. കണ്ടോ, ഇതിനകത്തിരിക്കുന്ന സാധനം എല്ലായിടത്തും കുടഞ്ഞിട്ടെടുത്ത് തിന്നുന്നുണ്ട്. കേട്ടോ, അവിടെ ഒരാൾക്കൊരു അറ്റാക്കോ ഒന്നുമില്ല, ഒരു അസുഖമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഇത് തിന്നും കൊണ്ട് ചുമ്മാ പോയി കിടക്കൂല. അവര് ഉന്തുവണ്ടി, അതേപോലെ കൈവണ്ടി ഇതൊക്കെ തള്ളി അവര് നടന്നാ പോകുന്ന. ഒരൊറ്റ ആൾക്കാർ അവിടെ കൂടി സ്കൂട്ടറിൽ പോയി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവര് വാങ്ങിച്ചോണ്ട് നടന്നു പോവുക. കണ്ട, നടന്നാ പോണേ. ഇത്ര സമയമായിട്ട് അവിടെ കൂടി ഒരു സ്കൂട്ടർ അവിടെ കൂടി പോകുന്നില്ല. കാരണം എല്ലാവരും നടന്നു പോവാ. അവരുടെ ആഹാരത്തിന്റെ ശൈലി എങ്ങനെയാ കേട്ടോ. നമുക്കാ പേടി. പോത്തിറച്ചി ചെയ്താൽ അവര് പോത്തിറച്ചി ആസ്വദിച്ചാൽ കഴിക്കുന്നത് കേട്ടോ. ആ നെയ്യും എല്ലാം കൂടി കോരി ഇട്ടിട്ട് നല്ല വെട്ടി വിഴുങ്ങുക. എന്നിട്ടൊരു കുഴപ്പമില്ല. നമുക്ക് ഇവിടെ 2 കഷ്ണം ബീഫ് ഫ്രൈ തിന്നിട്ടുണ്ടെങ്കിൽ ഒരു അറ്റാക്ക്, കൊളസ്ട്രോള് അവർക്ക്. ഇതേ കണ്ടോ, പാർസൽ കണക്കായി വാങ്ങിച്ചോണ്ട് പോണത്. ഭക്ഷണത്തിന് നമ്മൾ പേടിക്കല കേട്ടോ. നമ്മൾ കറിയുന്നതും പിന്നെ നമുക്ക് ഇവിടെ അധ്വാനമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയട്ടെ, നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ പെരുമാറിക്കൊണ്ടിരിക്കുക കേട്ടോ.